ബയോളജി ഓഫ് ബോഡി, ജെൻഡർ ആൻഡ് സെക്സ് എന്ന പഠന പരമ്പരയുടെ പുതിയൊരു അധ്യായം ഇവിടെ ആരംഭിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയാണ് ഇത്. കഴിഞ്ഞ എപ്പിസോഡിൽ ഫെമിനിസത്തിൻ്റെ 4 തരംഗങ്ങളെക്കുറിച്ചാണ് സാർ നമുക്ക് പറഞ്ഞു തന്നത്. 4ാം തരംഗത്തെ കുറച്ചുകൂടി ആഴത്തിൽ പഠിക്കുന്നതോടൊപ്പം ഫെമിനിസത്തിൻ്റെ പല ആശയങ്ങളും മറ്റേതൊക്കെ ഐഡിയോളജികളിൽ നിന്നാണ് ഉൾക്കൊണ്ടത് എന്നുകൂടി നാം ഈ എപ്പിസോഡിൽ കാണുന്നു. സർ, നമ്മൾ 4ാമത്തെ തരംഗം നമ്മൾ പറഞ്ഞു 2012 ഒക്കെ ആയപ്പോഴത്തേക്കിന് കംപ്ലീറ്റ് ഒരു ഡിജിറ്റലൈസ്ഡ് മൂവ്മെന്റ് ആയിട്ട് അത് മാറി. 2012 എന്ന് പറയുന്നത് നമുക്ക് ഒട്ടും ദൂരമില്ലാത്ത ഒരു കാലഘട്ടം. അത് 2000 മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്. ബട്ട് ഗ്രാജുവലി അത് ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിച്ചത് 2012 ഒരു 4th വേവ് സ്റ്റാർട്ട് ചെയ്തു ഒഫീഷ്യലി. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ ഡിജിറ്റൽ ആക്ടിവിസമാണ് ഈ സ്ത്രീ ശാക്തീകരണം. ഡിജിറ്റലി ആണ് പിന്നെ കൂടുതലും അത് മൂവ് ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ #MeToo മൂവ്മെൻറ്റ്. അപ്പോൾ ഇത് വളരെ ശക്തമായിട്ട് ശരിക്കും പറഞ്ഞാൽ 2006 ആക്ടിവിസ്റ്റ് തരാന ബർക്ക് അവരാണ് ഇത് സ്ഥാപിച്ചത്. അതിനുശേഷം നടി അലീസ മിലാന അവരാണ് ഇതിനെ കൂടുതൽ ശക്തമാക്കിയത്. അപ്പോൾ ഇത് എന്താണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശമെന്ന് പറയുന്നത്, ഈ ലൈംഗികമായിട്ടുള്ള അതിക്രമങ്ങളെ അതിജീവിച്ച സ്ത്രീകൾ അവരുടെ ആ എക്സ്പീരിയൻസ് ഓപ്പണായിട്ട് ലോകത്തോട് തുറന്നു പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് ഇത് ഉപയോഗിച്ചു. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൽ ഒരുപാട് നന്മയുണ്ട്. ഇതിൽ ഒരുപാട് നന്മയുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ഒരു പക്ഷേയെങ്കിൽ നമ്മൾ മനഃപൂർവ്വം ആരെയെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്യാൻ അല്ലേ പിന്നെ പണം മറ്റുള്ളവരിൽ നിന്ന് വാങ്ങിക്കാൻ എന്നൊക്കെയുള്ള രീതിയിൽ ഇതിനെ മിസ്യൂസ് ചെയ്യുന്ന ആളുകളും ഉണ്ടാകും. അപ്പോൾ ഇതിനെല്ലാത്തിനും നന്മയുണ്ട് തിന്മയുണ്ട്. സർ, മീറ്റു ഒരുപക്ഷെ നമ്മളെ കേൾക്കുന്ന പ്രേക്ഷകർക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവ്മെൻറ്റാണ്. യെസ്. അത് തീർച്ചയായിട്ടും ഇന്നും പ്രചാരത്തിലുണ്ട്. പക്ഷേ ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിച്ചത് 2012 മുതൽ ഇങ്ങോട്ട് 2017 ഒക്കെ ആയപ്പോഴത്തേക്കിന് ഒരുപാട് ആളുകൾ അതിൽ ഷെയർ ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾ അതിലൂടെ നന്മയുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അടുത്ത ഒരു മൂവ്മെൻ്റാണ് #YesAllWomen. ഇതും ഈ സെക്ഷൽ ഡിസ്ക്രിമിനേഷന് അതുപോലെ തന്നെ സ്ത്രീകൾക്കെതിരായിട്ടുള്ള അതിക്രമങ്ങൾ ഇതിനെയൊക്കെ ഓപ്പണായിട്ട് ഷെയർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇതും 2014 ഇത് സ്റ്റാർട്ട് ചെയ്ത് അതും ഒരു രീതിയിൽ അതും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നെ അടുത്ത ഒരു മൂവ്മെൻറ്റ് ഇതിലുള്ളതാണ് ഈ എവരിഡേ സെക്സിസം എന്ന് പറഞ്ഞ ഒരു മൂവ്മെൻറ്റ്. അപ്പോൾ ഈ എവരിഡേ സെക്സിസം അതും 2012 സ്ഥാപിച്ചത്. അപ്പോൾ ഇതിനകത്തിൽ ദൈനംദിന ജീവിതത്തിലെ ലൈംഗികതയുടെ ഒരു നാച്ചുറലൈസേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ അങ്ങ് സാധാരണവൽക്കരിക്കുക, നോർമലൈസ് ചെയ്യുക എന്ന് പറയും. അപ്പം സെക്ഷുവാലിറ്റി അത് സ്ത്രീയുടെ റൈറ്റാണ്. അപ്പോൾ അവിടെയൊക്കെയാണ് നമ്മൾ ഈ മ്യൂച്വൽ കോൺസെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ ശക്തമായിട്ട് വന്നത്. അപ്പോൾ അതിനെ നമ്മുടെ നോർമൽ സാധാരണ സെക്ഷൽ ആക്ടിവിറ്റികളെയെല്ലാം അങ്ങ് നോർമലൈസ് ചെയ്യുന്ന ഒരു മൂവ്മെൻറ്റിലേക്ക് വന്നു. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് കുറേ തെറ്റായിട്ടുള്ള ഇൻഫ്ലുവൻസസും നമ്മൾ ഇന്ന് കോളേജുകളിലോ അല്ലെങ്കിൽ ക്യാമ്പസുകളിലോ ഒക്കെ കാണുന്ന ഒരുപാട് യൂത്തിൻ്റെ ഇടയിലുള്ള നോർമലൈസ്ഡ് ആയിട്ടുള്ള സെക്ഷൽ ആക്ടിവിറ്റിയൊക്കെ ഒരുപക്ഷെ ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അതാണ് നമ്മുടെ ഈ എവരിഡേ സെക്സിസം. പിന്നെ അടുത്ത ഒരു പ്ലാറ്റ്ഫോം മൂവ്മെൻ്റാണ്, ഓൺലൈൻ മൂവ്മെൻ്റാണ് #TimesUp. എനിക്കറിയത്തില്ല അത് ഇന്ത്യയിലൊക്കെ വളരെ ശക്തമാണോ ഇല്ലയോ എന്ന്. അതിൻ്റെയും പർപ്പസ് അത് 2018 സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെയും പർപ്പസ് ഇതാണ്: ജോലിസ്ഥലത്തെ ലൈംഗിക പീഡനങ്ങളെ അഭിസംബോധന ചെയ്യുക, അതിനനുസരിച്ച് നിയമങ്ങളും ഘടനാപരമായ മാറ്റങ്ങളുണ്ടാക്കുക, HR അല്ലെ അതുപോലുള്ള കാര്യങ്ങളൊക്കെ അവർ അതിന് വേണ്ടതായുള്ള മുൻകരുതലുകൾ എടുക്കുക. ഇതിനു വേണ്ടി ഒരു മൂവ്മെൻ്റ് ഉണ്ടാക്കിയതാണ് ഈ #TimesUp എന്ന് പറയുന്നത്. അതൊക്കെ ഒരു പരിധി വരെ അത് ഒരു പരിധിയല്ല, അതിനകത്തിലൊക്കെ ഒത്തിരി നന്മയുണ്ട്. അപ്പോൾ ഈ പ്രോബ്ലം വരുന്നത് മുഴുവനും ഇതിൻ്റെ എക്സ്ട്രീം ലെവലിലേക്ക് നമ്മൾ പോകുമ്പോൾ, അതായത് സ്ത്രീയുടെ റൈറ്റാണ് അവളുടെ ശരീരം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്.
സെക്ഷുവാലിറ്റി അവളാണ് തീരുമാനിക്കുന്നത് ആരുമായിട്ട് സെക്ഷൽ റിലേഷൻഷിപ്പ് വേണം, എങ്ങനെ വേണം എന്നുള്ളത്. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡറിസം, ഇനിയിപ്പം ട്രാൻസ് റൈറ്റ്സ് വരുന്നുണ്ട്. ഇതും ഫെമിനിസത്തിൻ്റെ ഒരു ഭാഗമായിട്ട് വന്നിരിക്കുന്നതാണ്. ട്രാൻസ് റൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ജെൻഡർ നോൺ കൺഫേമിറ്റി. അവർ ഉദ്ദേശിക്കുന്ന ഇതാണ്, ഈ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ, അതായത് ജെൻഡർ ഐഡിയോളജിയെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ റൈറ്റിന് വേണ്ടി ഇവർ വാദിക്കുക. എന്ന് പറഞ്ഞാൽ അവർ ബൈനറി അല്ലാത്തത്, അല്ലെങ്കിൽ ഫ്ലൂയിഡായിട്ടുള്ള, അല്ലെങ്കിൽ ഇതുപോലെ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ഏത് ജെൻഡർ ഐഡൻറ്റിറ്റി ആണെങ്കിലും അവർക്ക് റൈറ്റ്സ് വാങ്ങിച്ചു കൊടുക്കുക. അവർക്ക് റൈറ്റ്സ് വാങ്ങിക്കൊടുക്കാൻ ഇവരുടെ ഈ ഒരു ട്രാൻസ് റൈറ്റ്സ് എന്നുള്ള മൂവ്മെൻറ്റ്, ഇത് ഫെമിനിസത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ ട്രാൻസ് റൈറ്റ്സ്. അപ്പോൾ ഇവിടെ എല്ലാം നമ്മൾ കാണുന്ന ഇതാണ്, നമ്മളിപ്പോൾ കാണുന്ന ഈ ഈക്വൽ റൈറ്റ്സ്. നമുക്ക് പല നിയമങ്ങളും ഇന്ത്യയിൽ തന്നെ പല നിയമങ്ങൾ പലപ്പോഴും പാസ്സാക്കിയിട്ടുണ്ട്. ഈ തേർഡ് ജെൻഡർ എന്നൊക്കെ പറഞ്ഞ് അവരുടെ റൈറ്റ്സ്, അതുപോലെ തന്നെ സെയിം സെക്സ് ആളുകളുടെ റൈറ്റ്സ്, ലീഗലൈസേഷന്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഇതിൻ്റെ ഫലമായിട്ട് ഉണ്ടായതാണ് നമുക്ക് പറയാം. അപ്പോൾ ഈ ജെൻഡർ ഐഡിയോളജി എന്ന് പറയുന്ന ഒരു എലിയനേറ്റഡ് ഒരു മൂവ്മെൻറ്റായിട്ട് ഒരിടത്ത് ഇരിക്കുന്നതല്ല, ഇതിങ്ങനെ സ്പ്രെഡ് ഔട്ടായിട്ട് കിടക്കുകയാണ്. ജെൻഡർ ഐഡിയോളജിയുടെ എല്ലാ ആശയങ്ങളെയും ഇതുപോലെയുള്ള ഈ നമ്മുടെ പിന്നെ ഫെമിനിസം പോലുള്ള പല മൂവ്മെൻറ്റുമാണ് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ജെൻഡർ ഐഡിയോളജിക്ക് എല്ലാ കാലത്തും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പല ആശയങ്ങളും കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞതുപോലെ കുറേ നന്മകൾ ഇതിലുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഈ പ്രോ ചോയ്സ് എന്നൊക്കെ ഇപ്പം നിങ്ങൾ കാണുന്നില്ലേ, നമ്മളിപ്പം US നമുക്ക് പ്രോ ചോയ്സ് ആളുകളുണ്ട്. അതുപോലെ തന്നെ ഈ പലതരത്തിൽ പിന്നെ അബോർഷനെ പ്രൊമോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മൂവ്മെൻറ്റ് അതായത് ഗർഭചിത്രത്തിൻ്റെ റൈറ്റ്സ്, അതൊരമ്മയാണ് തീരുമാനിക്കുന്നത്. ആ അമ്മയുടെ വയറ്റിലൊരു കുഞ്ഞ് വളരണമോ വേണ്ടായോ, ഈ ആശയം ആരാ പറഞ്ഞു കൊടുത്ത്? ഇവരാണ് പറഞ്ഞു കൊടുത്തത്. അത് സ്ത്രീയുടെ റൈറ്റാണ്. അപ്പോൾ ഗർഭചിത്ര അവകാശങ്ങൾ അതിനുവേണ്ടി വാദിക്കുക. ഇവൻ ലാസ്റ്റ് മൊമെൻറ്റ്, ഡെലിവറിക്ക് തൊട്ട് മുമ്പ് വരെ ഗർഭത്തിലുള്ള കുഞ്ഞിനെ കൊല്ലണമോ അല്ലെങ്കിൽ വളർത്തണമോ തീരുമാനിക്കുന്നത് ആ അമ്മയാണ്. അമ്മയുടെ ശരീരമാണ്, അമ്മയാണ് തീരുമാനിക്കേണ്ടത്, വേറെ ആരുമല്ല. അതിനു വേണ്ട നിയമങ്ങൾ. അപ്പോൾ അതും ഇതിൻ്റെ ഒരു വലിയ ഒരു ഭാഗം വിങ്ങായിട്ടാണ് വരുന്നത് ഫെമിനിസത്തിൻ്റെ, ഗർഭചിത്ര അവകാശങ്ങളെന്നും പറഞ്ഞിട്ടുള്ള പേര്. അപ്പോൾ ഈ 4ാം തരംഗത്തിൽ ഇത്രയും ആശയങ്ങളാണ്. അപ്പം അബോർഷൻ റൈറ്റ്സ് ആക്ടിവിസം, ട്രാൻസ്ജെൻഡർ ആക്ടിവിസം, പിന്നെ ഈ ഹാഷ് മൂവ്മെൻറ്റ്സ് ഓൺലൈനിലുള്ളത്, ഇതൊക്കെ വരുമ്പോഴത്തേക്കിന് ഏകദേശം എല്ലാം ആയി. അബോർഷൻ്റെ റൈറ്റ്സ് ആയി, സ്ത്രീകളുടെ ലൈംഗികമായിട്ടുള്ള സ്വാതന്ത്ര്യം അത് സാധാവൽക്കരിച്ചു, നോർമലൈസ് ചെയ്തു. അവരുടെ കൺസെൻറ്റ്, അവരുടെ സ്വാതന്ത്ര്യമാണ്. അതുപോലെ തന്നെ ട്രാൻസ്ജെൻഡർ റൈറ്റ്സ്. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുന്ന പല പ്രശ്നങ്ങളും ഇവർ ഏറ്റെടുത്തു. ഇന്ന് ഫെമിനിസം ഒരു പക്ഷേ വർക്ക് ചെയ്യുന്നത് ജെൻഡർ ഐഡിയോളജിനെ പ്രൊമോട്ട് ചെയ്യാനും കൂടെയാണ്. അവരാണ് ഇതിൻ്റെ റൈറ്റ്സിന് വേണ്ടി വാദിക്കുന്നവർ, ഏറ്റവും കൂടുതൽ ഇതിന് വാദിക്കുന്നവർ. അപ്പം അതുപോലെ മറ്റ് ഓർഗനൈസേഷൻസും ഉണ്ട്. പക്ഷെ ഇത് അവരുടെ ഒരു റൈറ്റ്സിൻ്റെ ഭാഗമായിട്ട്, അവരുടെ ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് അവരതിനെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ അബോർഷൻ പ്രൊമോട്ട് ചെയ്യുന്നത്, കോൺട്രാസെപ്റ്റീവ് പ്രൊമോട്ട് ചെയ്യുന്നത്, ഇതെല്ലാം ശരിക്കും പറഞ്ഞാൽ ഈ ഫെമിനിസ്റ്റ് ആക്ടിവിസത്തോട് അനുകൂലമായിട്ട് നിൽക്കുന്ന ആളുകളും ഓർഗനൈസേഷൻസും ഒക്കെയാണ്. സർ, ഫെമിനിസ്റ്റുകൾക്ക് ഇങ്ങനത്തെ ഐഡിയോളജീസ് കിട്ടുന്നത് വേറെ എവിടെന്നെങ്കിലും ഒക്കെ ആയിരിക്കും? തീർച്ചയായിട്ടും വേറെ പല, അതായത് നമ്മളിപ്പോൾ ഫെമിനിസത്തിൻ്റെ ഒറിജിനും അതിൻ്റെ ലീഡേഴ്സ് അത് എവിടെ നിന്നാണ് ഇവർ ഈ ആശയങ്ങളൊക്കെ സ്വാംശീകരിച്ചത് നമുക്ക് കുറച്ചൊക്കെ മനസ്സിലാക്കാൻ പറ്റും. കാരണം ഈ 40s, 50s, 60s നമുക്ക് വന്ന ആ സെക്ഷൽ റെവല്യൂഷനിൽ ഒരു 4 വ്യക്തികളെ, പ്രധാനപ്പെട്ട വ്യക്തികളെ നമ്മൾ പരിചയപ്പെട്ടല്ലോ. അവരുടെ ആശയങ്ങൾ ഒരുപക്ഷെ ഒരുപാട് ഇവരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെയും ഇവരെ പല ആശയങ്ങളും പല ഐഡിയോളജിയും ആ കാലഘട്ടത്തിലുള്ള ഒരു 19ാം നൂറ്റാണ്ടും അല്ലെ 19ാം നൂറ്റാണ്ടിൻ്റെ മിഡിൽ മുതലുള്ള പല ആശയങ്ങളെയും ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫെമിനിസത്തിനെ പറ്റി ഇപ്പം കണ്ടല്ലോ. ഫെമിനിസം ഒരു രീതിയിൽ നമ്മൾ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ അത് കുടുംബങ്ങളെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവില്ലേ? വളരെ പ്രത്യേകിച്ച് കുട്ടികളെയും. അതുപോലെ അബോർഷൻ റൈറ്റ്സ്
അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഈ ഫെമിനിസം പ്രൊമോട്ട് ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് തീർച്ചയായും കുടുംബങ്ങളെ തകർക്കുന്ന രീതിയിലോട്ട് പോയിട്ടുണ്ടാവില്ലേ? തീർച്ചയായിട്ടും അതിൻ്റെ എഫക്റ്റ് നമ്മൾ കുടുംബങ്ങളിലും സൊസൈറ്റിയിലും ഒക്കെ നമുക്ക് വളരെ ശക്തമായിട്ട് അതിൻ്റെ ബാഡ് എഫക്ട്സ് നമുക്ക് കാണാം. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ, ഇപ്പോൾ അബോർഷനെ ഇവർ സപ്പോർട്ട് ചെയ്യുമ്പോൾ എത്ര കുഞ്ഞുങ്ങളാണ്, ഇന്നസെൻറ്റ് കുഞ്ഞുങ്ങളാണ് മരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ വർഷവും. 50 മില്യണിലധികം കുഞ്ഞുങ്ങളെല്ലാം ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും മരിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ അവർ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് അത്രയും ആളുകൾ മരിക്കുന്നതെന്നല്ല പറയുന്നത്. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഐഡിയോളജി അവർ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അടുത്ത് വരുന്ന ജനറേഷൻ ഇത് തന്നെയാണ് കാണുന്നത്. ഞങ്ങൾക്ക് സെക്ഷൽ റൈറ്റ്സ് വേണം. ഇപ്പം നമ്മൾ കോളേജുകളിൽ റിയ പറഞ്ഞില്ലേ, പലരും ഒരു നോർമലൈസ് ചെയ്ത സിറ്റുവേഷനാണ് റിലേഷൻഷിപ്സ് എന്ന് പറയും. അവർക്ക് സെക്ഷൽ ആക്ടിവിറ്റി എല്ലാം ഒരു നോർമൽ ടോണിലാണ് നടന്നു പോകുന്നത്. അപ്പോൾ ഈ നോർമൽ ടോണിൽ നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെയാണ് അതൊരു നോർമലൈസ് സിറ്റുവേഷൻ ആയത്? നമ്മൾ പറഞ്ഞു ഇവിടെ ഡിജിറ്റൽ എന്താണ്, സോഷ്യൽ മീഡിയ വഴി സെക്സിസം, ഡെയിലി സെക്സിസം, അത് ഡേ ടു ഡേ ലൈഫിൽ ഇറ്റ് ബിക്കംസ് ആൻ എ നോർമൽ തിങ്. അത് വലിയ കാര്യമൊന്നുമല്ല. അപ്പോൾ ഈ കോൺസെപ്റ്റുകളൊക്കെയാണ് നമ്മുടെ സമൂഹത്തിലേക്ക് ഇതിങ്ങനെ വിട്ടുകൊണ്ടിരിക്കുന്നത്. അത് കുടുംബങ്ങളെയും ബാധിക്കും, സമൂഹത്തെയും ബാധിക്കും. മനുഷ്യന്റെ മൂല്യത്തെയും ഒരുപാട് ബാധിക്കുന്നു. മനുഷ്യന്റെ മൂല്യത്തെയാണത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. കാരണം മനുഷ്യൻ വെറും ഒരു സാധാരണ, ഇവരുടെ ലക്ഷ്യം നല്ലതായിരുന്നു ഫസ്റ്റ് വേവിൽ. അതിനുശേഷം ഇവർ ഇതിൽ നിന്നൊക്കെ ഒരുപാട് മാറി റൈറ്റ്സിന് വേണ്ടിയിട്ട്. എന്നാൽ സ്ത്രീകൾക്കെതിരായിട്ട് പീഡനങ്ങളും അതിക്രമങ്ങളും നടക്കുന്നില്ലയോ? നടക്കുന്നുണ്ട്, അത് നടക്കുന്നുണ്ട്. പക്ഷേ അത് എന്തുകൊണ്ടാണ് നടക്കുന്നത്? നമ്മൾ കോൺട്രാസെപ്ഷനെ കുറിച്ച് പറഞ്ഞപ്പം പറഞ്ഞു, സ്ത്രീകളുടെ മേൽ കൂടുതൽ അതിക്രമങ്ങൾക്കും അധികാരങ്ങൾക്കും നമ്മൾ പുരുഷന് സ്വാതന്ത്ര്യം കൊടുത്തത് എങ്ങനെയാണ്? അവൻ്റെ ഈ ഒരു സെക്ഷൽ ഫ്രീഡം അല്ലെങ്കിൽ കോൺട്രാസെപ്റ്റീവ്സിൻ്റെ വളരെ സാധാരണമായ ഒരു ഇത് അങ്ങനെയൊക്കെ വരുമ്പോൾ അതൊരു നോർമൽ കാര്യമാകുമ്പോൾ പുരുഷൻ സ്ത്രീയെ ആക്രമിക്കുന്നു. അത് തെറ്റാണ്, അത് വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. അതിനെതിരെ പ്രതികരിക്കണം. പക്ഷേ എങ്കിൽ ഞാൻ പറഞ്ഞത് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് അപ്പോൾ കൂടി, ഓപ്പർച്യൂണിറ്റീസ് അവിടെ കൂടി. അതുപോലെ തന്നെ കുടുംബങ്ങളിലൊക്കെ ഒരുപാട് ഇതിൻ്റെ സഫർ ചെയ്യുന്നുണ്ട്. കുടുംബ ബന്ധങ്ങൾ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബന്ധങ്ങൾ. എനിക്കറിയത്തില്ല, നിങ്ങൾ ഒരു പക്ഷേ എങ്കിൽ ഈ ചില സ്ത്രീകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ ഒരു ഫെമിനിസ്റ്റാണെന്ന്. അപ്പോൾ എനിക്കറിയത്തില്ല, ഞാൻ അവരുമായിട്ട് കൂടുതൽ ഡീറ്റെയിൽ ഒന്നും സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഏത് രീതിയിലാണ് ഈ ഫെമിനിസ്റ്റ് ആയിരിക്കുന്നതെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സർ, ഇന്നതൊരു ട്രെൻഡായി മാറിയിട്ടുള്ള ഒരു അവസ്ഥയുണ്ട് ശരിക്കും. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ട്രെൻഡായ? ഇപ്പം ഞാനൊരു ഫെമിനിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ എനിക്കൊരു മോഡേൺ ചിന്താഗതിയുണ്ട്, അതെ, ആ കൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ പലർക്കും ശരിക്കും ഇപ്പം സാറ് പറഞ്ഞ പോലെ ഫെമിനിസത്തിൻ്റെ ഒരു റൂട്ട് കോസ് എന്തിനു വേണ്ടിയാണ് തുടങ്ങിയതെന്ന് പോലും അറിയാതെ ഇന്നെന്താണോ സമൂഹത്തിൽ പറഞ്ഞു വരുന്നത് അതിനെയൊക്കെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു, ഇതാണ് എൻ്റെ വാദം എന്ന് ഒരു കറക്റ്റായ അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതെ ഇതിൻ്റെ പുറകെ ഇതൊരു ട്രെൻഡായി മാറി. ശരിക്കും പറഞ്ഞാൽ ശരിയാണ്. ഇപ്പം അതിരെ പറഞ്ഞത്, നമ്മൾ ഈ പ്രൈഡ് മാർച്ചൊക്കെ കാണുമ്പോൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലും ഒക്കെയുള്ള പ്രൈഡ് മാർച്ചുകൾ കൂടുതലും കോളേജുകളിൽ പഠിക്കുന്ന യങ് കുട്ടികളാണ് കൂടുതലും ഉള്ളത്. അവർ ആക്ച്വലി അവർക്കൊരു പ്രോബ്ലം ഇല്ലാത്തവരാണ്. അവർക്ക് ട്രാൻസ്ജെൻഡർ പ്രോബ്ലമോ അല്ലെങ്കിൽ ജെൻഡർ ഡിസ്ഫോറിയോ ഒന്നും ഇല്ലാത്തതാണ് ഒരു 90% ആളുകളുള്ളത്. പക്ഷെ ഇവരെന്തിനാണ് വരുന്നതെന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു 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 ഓളം അതാണ്, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു മൂവ്മെന്റ് അതാണ്. അതിനെ സപ്പോർട്ട് ചെയ്യും. ആ ഓളത്തിനെയാണ് ഞാൻ ട്രെൻഡ് എന്ന് ഉദ്ദേശിച്ചത്. അതിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യും. അപ്പൊ ഇത് പലപ്പോഴും ഡേഞ്ചറസ് ആണ്. അതിന്റെ ഫലമായിട്ട് കുടുംബ ബന്ധങ്ങളിൽ ഒരുപാട് തകർച്ചകൾ വരാറുണ്ട്, ഇല്ലേ? ഇന്ന് ഞാൻ അങ്ങനെ അല്ലെങ്കിൽ ഞാൻ ഈ സൊസൈറ്റിയിൽ നിന്നും ഔട്ട്ഡേറ്റഡ് ആയി പോകുന്ന ഒരു ചിന്താഗതി, ഞാനൊരു മോഡേൺ ആളാണെന്നുള്ളത് കാണിക്കാനുള്ള ഒരു ഒരു എന്താണ് ഒരു ഫോൾസിഫിക്കേഷനോ ഒരു റോങ് ഐഡിയോളജി നമ്മളിലൂടെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കാനുള്ള ഒരു വെമ്പൽ കൊള്ളലോ ഒക്കെ ആകാം. പക്ഷെ അതുകൊണ്ട് കുടുംബ ബന്ധങ്ങൾ, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു കുടുംബത്തിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതെങ്ങനെ ബാധിക്കും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? സർ, അത് വളരെ മോശമായി ബാധിക്കും. കാരണം ഫെമിനിസത്തിൽ വേറൊരു ഇതിനോട് അറ്റാച്ച്ഡ് ആയി നിൽക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളെപ്പോഴും പറയുന്നത് നമ്മൾ ഇക്വാളിറ്റിക്ക് വേണ്ടിയാണ് ഇത് വാദിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇക്വാളിറ്റി മാറി
സ്ത്രീയാണ് പുരുഷന്റെ മേൽ നിൽക്കുന്നത് എന്നൊരു വാദത്തിലാണ് ഇത് ചെന്ന് അവസാനിക്കുന്നത്. അവിടെയുള്ള ഈഗോ ക്ലാഷസ് ഒക്കെ ഒരു ഫാമിലി എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ തന്നെ ബ്രേക്ക് ചെയ്യുന്നത് പോലെയാണ്. എക്സാക്ട്ലി. ആതിരയുടെ ഒബ്സർവേഷൻ വളരെ കറക്റ്റായിട്ടാണ് പറഞ്ഞത്. കാരണം ഈഗോ ആണ് അവസാനം എല്ലാത്തിനെയും പിന്നെ കൺട്രോൾ ചെയ്യുന്നത്. ആ ഐഡിയോളജിയെ പോലും പിന്നെ ഈഗോ ആണ്. അതായത് ഞാൻ പറയുന്നതാണ് ശരി, ഞാൻ ചിന്തിക്കുന്നതാണ് ശരി, മറ്റുള്ളവരെല്ലാം തെറ്റാണ്. പ്രത്യേകിച്ച് പുരുഷന്മാർ എന്ന് പറയുമ്പോൾ അവർ താഴെ നിന്ന് നമ്മൾ പറയുന്നത് അനുസരിക്കേണ്ടവരാണ് എന്നുള്ള ഒരു ചിന്താഗതി ഒരു പക്ഷേ ഉണ്ടായിക്കൂടാ എന്നില്ല അതിൻ്റെ ഫലമായിട്ട്, ഇല്ലേ? പലപ്പോഴും വിട്ടുകൊടുക്കാനുള്ള ഒരു ചിന്താഗതി നമ്മളിൽ നിന്നെടുത്ത് മാറ്റുന്ന ഒരു പ്രവണത. ഞാനൊന്ന് താണു കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ പുരുഷനെ അല്പം ഉയർത്തി പിടിച്ചു കഴിഞ്ഞാൽ പ്രോബ്ലം വരുന്നത് ഞാനൊരു മോഡേൺ ചിന്താഗതിക്കാരി അല്ല, ഞാനൊരു ഫെമിനിസ്റ്റ് അല്ലാതായി മാറുമോ എന്നുള്ള ഭയവുമാണ്. അപ്പോൾ ഇതെല്ലാം ചില ആശയങ്ങളുടെയും ചില തെറ്റായ ധാരണകളുടെയും ഒക്കെ പിന്നിലുള്ളതാണ്. അപ്പോൾ എനിക്കറിയത്തില്ല, എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഇന്ന് നമ്മൾ ഫെമിനിസ്റ്റ് ആണ് എന്ന് പറയുന്ന യുവതലമുറ, ഏറ്റവും നമ്മൾ ന്യൂ ജെൻ എന്ന് പറയുന്ന യുവതലമുറ, പലരും അതിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കാതായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ഫസ്റ്റ് വേവ്, സെക്കൻഡ് വേവ്, തേർഡ് വേവ്, ഫോർത്ത് വേവ് അത് ശരിക്കും മനസ്സിലാക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ വ്യക്തത നമുക്ക് അവിടെ തിരിച്ചറിവ് കിട്ടും. അല്ല, ബീങ് എ വുമൻ ഒരു നല്ല കോസിന് വേണ്ടിയാണെങ്കിൽ ഫെമിനിസ്റ്റാന്ന് പറയുന്നതിൽ എനിക്കൊരു തെറ്റും തോന്നുന്നില്ല. പക്ഷെ അതിന്റെ കോസ് എന്താണ് എന്നുള്ളത്, അല്ലേ, നമ്മൾ എന്തിനു വേണ്ടി, അതുപോലെ തന്നെ അതിൽ കുറെ നന്മയുണ്ട്, നമ്മളത് അംഗീകരിക്കുന്നു. സമൂഹത്തിനും നന്മയുണ്ട്. സ്ത്രീകൾ ഒരിക്കലും ആക്രമിക്കപ്പെടേണ്ടവളോ സ്ത്രീകളെ ഒരിക്കലും തരം താഴ്ത്തി കാണിക്കേണ്ട വ്യക്തിയോ അല്ല. ശരിക്കും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്, ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ചിരിക്കുന്നത് ഒരാൾ വേറൊരാളുടെ മേലൊരു മേൽക്കോയ്മയോ അല്ലെങ്കിൽ ഒരാൾ വേറൊരാളുടെ അടിമയായിരിക്കാനോ ഒന്നുമല്ല. ഈക്വൽ, അതായത് ബൈബിൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അവരെ ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. പക്ഷെ വ്യത്യസ്തരായിട്ടാണ് സൃഷ്ടിച്ചത്. സ്ത്രീക്ക് സ്ത്രീയുടേതായ എല്ലാ സ്വഭാവങ്ങളും ഉണ്ട്, എല്ലാ രീതികളും ഉണ്ട്. ശരീരഘടന വ്യത്യാസമാണ്. പുരുഷന് പുരുഷൻ്റേതായ എല്ലാ വ്യത്യാസങ്ങളും, ശരീരഘടന, അവൻ്റെ ബ്രെയിന്, അവളുടെ ബ്രെയിൻ, ഇതെല്ലാം ഡിഫറെൻ്റ് ആണ്. പക്ഷേ എങ്കിൽ അത് ആ ഡിഫറൻസ് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ബൈബിൾ വളരെ കൃത്യമായിട്ട് പറയുന്നത് ഒരു കോംപ്ലിമെൻറ്റാരിറ്റി ഫങ്ഷന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് സ്ത്രീയെയും പുരുഷനെയും അവരെ കോംപ്ലിമെൻറ്റാരിറ്റി ഫങ്ഷനിന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും അവർ സെയിം നേച്ചറിൽ നിന്നാണ്. ആദത്തിൽ നിന്ന് അവയെ എടുത്തെന്ന് പറയുമ്പോൾ ആദത്തിൻ്റെ സബോർഡിനേറ്റ് ആയി നിൽക്കാനല്ല, സെയിം ലെവലിലാണ്, ഹ്യൂമൻ നേച്ചറിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. രണ്ടുപേരുടെയും നേച്ചർ സെയിം നേച്ചർ, ഹ്യൂമൻ നേച്ചർ. പക്ഷേ രണ്ടുപേരും രണ്ട് വ്യത്യസ്ത രീതിയിൽ ദൈവം സൃഷ്ടിച്ചത് ഒരു പ്രത്യേക പ്ലാനോടുകൂടിയായിരുന്നു. അപ്പോൾ അത് ശരിക്കും നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ, ഈ കോംപ്ലിമെൻറ്റാരിറ്റി നമ്മൾ ശരിക്കും മനസ്സിലാക്കി കഴിയുമ്പോൾ ധാരാളം ഡിഫറൻസസ് ഉണ്ട് സ്ത്രീകളും പുരുഷന്മാരും തമ്മിൽ. സയൻസ് പറയുന്ന ഡിഫറൻസസ് തന്നെയുണ്ട്, ആന്ത്രപ്പോളജിക്കൽ ഡിഫറൻസസ് ഉണ്ട്, സൈക്കോളജിക്കൽ ഡിഫറൻസസ് ഉണ്ട്, സ്പിരിച്വൽ ഡിഫറൻസസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ ഡിഫറൻസസിനെ ഇല്ലാതാക്കാൻ പോകുന്നു എന്നുള്ള ഒരു തെറ്റായ ഒരു ധാരണ വെച്ചിട്ട് നമ്മൾ ഏത് മൂവ്മെൻറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലും നമ്മുടെ ലക്ഷ്യം തെറ്റാണ്. മനസ്സിലായല്ലോ? ശരിക്കും ഇത് വളരെ കൃത്യമാണ്. ഒരു സ്ത്രീ ആയാലും പുരുഷനായാലും ഈക്വലി ഡിഗ്നിറ്റി ഉള്ളവരാണ്, ഈക്വലി റെസ്പെക്റ്റ് ചെയ്യേണ്ടതാണ് സമൂഹത്തിലും കുടുംബങ്ങളിലും എല്ലാം അവർക്ക്. പക്ഷേ അവരുടെ ഫങ്ഷൻസ് ഒരു പക്ഷേങ്കിൽ ഡിഫറെൻ്റ് ആയിരിക്കും. കാരണം കോംപ്ലിമെൻറ്റാരിറ്റിയാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഈ ഒരു ചിന്ത എനിക്ക് ഇതിനോടുകൂടി നിങ്ങളോട് പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ദൈവം മനുഷ്യനെ സ്ത്രീയും പുരുഷനുമായിട്ട് ഹാഫായിട്ട് അങ്ങനെ ഒരു ക്ലാരിറ്റി ഇല്ലാതല്ല സൃഷ്ടിച്ചിരിക്കുന്നത്. അവരിൽ തന്നെ ഫുള്ളായിട്ട്, പക്ഷേ എങ്കിൽ കോംപ്ലിമെൻറ്റാരിറ്റിയിലാണ് ഒരു കൊച്ചു ജീവിതം, ഒരു കൊച്ചു കുടുംബം, ഈ ലോകത്തിലൊരു നല്ല സമൂഹം. നല്ല കുടുംബങ്ങളുണ്ടാകുമ്പോൾ നല്ല സമൂഹം, നല്ല സമൂഹങ്ങളുണ്ടാകുമ്പോൾ നല്ല രാജ്യം, നല്ല രാജ്യങ്ങളുണ്ടാകുമ്പോൾ മനോഹരമായ ഒരു ലോകം. ഇത് കെട്ടിപ്പടുക്കാനുള്ള ഒരു വലിയ സ്വപ്നമാണ് ദൈവത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത്.
അതാണ് ശരിക്കും നമ്മൾ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സ്ത്രീയും പുരുഷനും അവർ എല്ലാ തരത്തിലും ദൈവത്തിൻ്റെ മുമ്പിൽ ഈക്വലായിട്ടുള്ളവരാണ്. പക്ഷേ അവരുടെ ഡിഫറൻസസിനെ നമുക്ക് അംഗീകരിച്ചേ മതിയാവും. ദൈവത്തിന്റെ പദ്ധതി നമ്മൾ മനസ്സിലാക്കണം. തീർച്ചയായും. എനിക്ക് തോന്നുന്നു സർ നമ്മുടെ സമയം ആകട്ടെ, അതിക്രമിച്ചു. ഓക്കെ. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. പിന്നെ സാറിന്റെ ഊഴമാണ് പ്രാർത്ഥിക്കാൻ. ഓക്കെ. ഈശോയെ, ഞങ്ങളെ ഈ എപ്പിസോഡിൽ ആഴമായിട്ട് ഫെമിനിനിസവും അതിൻ്റെ വിവിധ തരംഗങ്ങളെയും ഒക്കെ മനസ്സിലാക്കുമ്പോൾ ഈ ഫെമിനിസം അതിൻ്റെ ഒറിജിനൽ മീനിങ്ങിൽ പ്രയോജനപ്പെട്ടിട്ടുള്ള ഒരുപാട് ആളുകളെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. അതിൻ്റെ ഒറിജിനൽ മീനിങ്ങിൽ പ്രത്യേകിച്ച് ഫസ്റ്റ് വേവ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത വ്യക്തികളെ ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഏതെങ്കിലും വിധത്തിൽ സ്ത്രീകളെ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെയെല്ലാം ഈശോയെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് സെക്ഷലി അബ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള സ്ത്രീകളെ സാമൂഹ്യമായിട്ട് അല്ലെങ്കിൽ മറ്റു തരത്തിലൊക്കെ സ്ത്രീകളെ തരം താഴ്ത്തുകയും അവരെ പലവിധ അക്രമങ്ങൾക്കും ഇരയാക്കുകയും ചെയ്തിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളെയും ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിലേക്ക് സമർപ്പിക്കുന്നു. സ്ത്രീകൾക്ക് നേരെ നടന്നിട്ടുള്ള എല്ലാ ആക്രമണങ്ങളെയും ഈശോയെ അങ്ങയുടെ മുമ്പിൽ മാപ്പ് ചോദിക്കുന്നു. അവരെ അങ്ങ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് ആശ്വസിപ്പിക്കുകയും അതുപോലെ തന്നെ ഇതിനെ തെറ്റായ ഡിറക്ഷനിലേക്ക് ഈ മൂവ്മെൻറ്റിനെയൊക്കെ നയിച്ച് ആളുകളെ വളരെയധികം കൺഫ്യൂസ് ചെയ്യുന്ന ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇതിനെ അങ്ങ് വീണ്ടെടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വലിയ കരുണയും കൃപയും ഞങ്ങളോടൊപ്പമായിരുന്ന് ഇതിൻ്റെയൊക്കെ സത്യം മനസ്സിലാക്കി ഈ പ്രപഞ്ചത്തെ, ഈ ലോകത്തെ, ഞങ്ങളുടെ രാജ്യത്തെ, ഞങ്ങളുടെ സമൂഹത്തെ, ഞങ്ങളുടെ കുടുംബങ്ങളെയൊക്കെ സ്വർഗതുല്യമാക്കുവാൻ അങ്ങയുടെ കൃപയും കരുണയും ചൊരിഞ്ഞ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു, അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. താങ്ക് യു സർ. നാം കണ്ടു, ഫെമിനിസം അതിൻ്റെ ആദ്യഘട്ടത്തിൽ പിറവിയെടുത്തപ്പോൾ അത് നിന്നതും പ്രയത്നിച്ചതും പലവിധ നന്മയ്ക്കായിട്ടാണ്. എന്നാൽ അവസാനം ഒരു 4ാം തരംഗത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇന്ന് ഫെമിനിസം വിരൽ ചൂണ്ടുന്നതും എത്തി നിൽക്കുന്നതും ജെൻഡർ ഐഡിയോളജി എന്നൊരു തെറ്റിലേക്ക് തന്നെയാണ്. യാഥാർത്ഥ്യത്തിന് പിറകെ നമുക്ക് പലായനം ചെയ്യാം. ശക്തിയുള്ള, നന്മയുള്ള, നന്മയ്ക്കായി പോരാടുന്ന ഒട്ടനേകം യഥാർത്ഥ സ്ത്രീകളെ വാർത്തെടുക്കാൻ നമുക്ക് പരിശുദ്ധ മാതാവിനോട് പ്രാർത്ഥിക്കാം. ഒപ്പം ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളെ എഴുതി അറിയിക്കാൻ മറക്കണ്ട. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് info@tob4life.org.